Given that 1234 into 56 is equal to 69,104. Find the answer to the following problems without actual multiplication. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 1.234 ഇൻറ്റു 56. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പോൾ ഈ പോയിൻ്റ് ഇല്ലാത്ത വാല്യൂസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? 69,104. അത് എഴുതാം, 69,104. ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? ആദ്യത്തെ നമ്പറിൽ 1, 2, 3 പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 വാല്യൂസ് ഉണ്ട്. അടുത്ത നമ്പറിൽ പോയിൻ്റ് ഇല്ല, പോയിൻ്റ് കഴിഞ്ഞിട്ട് വാല്യൂസ് ഇല്ല. അപ്പോൾ ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസസ് വേണം? 3 വേണം. അപ്പോൾ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം, 1, 2, 3 എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 69.104 ആണ് ആൻസർ. ഇനി രണ്ടാമത്തതോ, പോയിൻ്റ് ഇല്ലാത്ത ആൻസർ എന്താണ്? 69,104 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ. ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, 2 പ്ലേസസ് ഉണ്ട്. രണ്ടാമത്തെ നമ്പറിൽ 1 പ്ലേസസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 1, 2, 3 പ്ലേസസ് വേണം ആൻസറിൽ. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. സോ 1, 2, 3 കൗണ്ട് ചെയ്തു എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 69.104 ആണ്. ഇനി അടുത്തതിലും ഈ പോയിൻ്റ് ഇല്ലാത്ത ആൻസർ എന്താണ്? 69,104 അല്ലേ. ആദ്യത്തെ നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1. രണ്ടാമത്തെ നമ്പറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, 2. അപ്പോൾ ടോട്ടൽ 3 വേണം ആൻസറിൽ. 3 ഡെസിമൽ പ്ലേസസ് വേണം. ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം, 1, 2, 3 എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 69.104 ആണ്. ഓക്കെ, ഇനി അടുത്തതിൽ പോയിൻ്റ് ഇല്ലാത്ത ആൻസർ 69,104 എഴുതി. ഇനി എത്ര ഡെസിമൽ പ്ലേസസ് വേണം? ആദ്യത്തെ നമ്പറിൽ ഡെസിമൽ പ്ലേസസ് ഇല്ല, പോയിൻ്റ് ഇല്ല. രണ്ടാമത്തെ നമ്പറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3. അപ്പോൾ ആൻസറിൽ 3 ഡെസിമൽ പ്ലേസസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യും, 1, 2, 3 കൗണ്ട് ചെയ്തു എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ 69.104 തന്നെയാണല്ലേ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. Like this, how many product can you find which gives 6.9104? അതായത് 6.9104 ആൻസർ വരുന്ന എത്ര പ്രൊഡക്റ്റ് ഇതേപോലെ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1234 ഇൻറ്റു 56 എന്താണ്? 69,140 ആണെന്ന് നമ്മൾ കണ്ടല്ലേ. 1, 2, 3, 4 ഇൻറ്റു 56 എന്താണ്? 69,104 ആണ്. നമുക്ക് കിട്ടേണ്ട ആൻസറിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4 വാല്യൂസ് വേണം അല്ലേ. അപ്പോൾ 4 വാല്യൂസ് വരണമെങ്കിൽ ക്വസ്റ്റ്യനിലും 4 ഡെസിമൽ പ്ലേസസ് വേണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഇടുകയാണ്. ഇവിടെ ഒരു പോയിൻ്റ് ഇടുകയാണെങ്കിൽ മുന്നിലൊരു 0യും കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1, 2, 3, 4. സോ ഇപ്പോൾ ക്വസ്റ്റ്യനിലും 4 ഡെസിമൽ പ്ലേസസ് ആയി, ആൻസറിലും എത്രയായി? 4 ഡെസിമൽ പ്ലേസസ് ആയി അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രോഡക്റ്റ്, അതായത് 0.1234 ഇൻറ്റു 56ൻ്റെ ആൻസർ ഇതാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് നോക്കാം. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1234 ഇൻറ്റു 56 എത്രയാണ്? 69,104 ആണ് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താ? 6.9 ആണ്. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് വേണം. അപ്പോൾ ക്വസ്റ്റ്യനിലും പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 വാല്യൂസ് വേണം. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു പോയിൻ്റ് ഇടുകയാണ്. 1.234 ആണെങ്കിൽ എന്തായി? ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, 2, 3 ആയിട്ടുള്ളൂ. പക്ഷേ 4 വേണം. ഇവിടെ 1, 2, 3, 4 വേണം അല്ലേ. അപ്പോൾ 4 വേണമെങ്കിൽ 56-നകത്തും ഒരു ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടുകയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വാല്യൂസ് ആയി? 4 ആയില്ലേ. ആദ്യത്തേൽ 3യും രണ്ടാമത്തെ നമ്പറിൽ 1, അപ്പോൾ ടോട്ടൽ 4 ആയി. സോ 1.234 ഇൻറ്റു 5.6ൻ്റെ ആൻസറും എന്താണ്? ഇത് തന്നെ ആയിരിക്കും. ഇനി മറ്റൊരു നമ്പർ എഴുതാം. അതേ ക്വസ്റ്റ്യൻ എഴുതാം. 1234 ഇൻറ്റു 56 ഈസ് ഈക്വൽ ടു 69,104. നമുക്ക് വേണ്ടത് 6 ആണല്ലേ. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1, 2, 3, 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലും 4 ഡെസിമൽ പ്ലേസസ് വേണം. അപ്പോൾ ഞാനിവിടെ ഇനി 12 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുകയാണ്.
അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് ആയി? പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 2 ആയിട്ടുള്ളൂ. പക്ഷേ ടോട്ടൽ 4 വേണം അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പോയിൻ്റ് ഇടുകയാണെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് ആയി? പോയിൻ്റ് കഴിഞ്ഞ് 1 2 ആയി അല്ലേ? അപ്പോൾ ടോട്ടൽ 4 ആയില്ലേ? ഇവിടെയും 1 2 3 4 ആയി. ആൻസറിലും 1 2 3 4 ആയി അല്ലേ? അപ്പോൾ 12.34 ഇൻറ്റു 0.56ഉം എന്താണ്? സെയിം ആൻസർ തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 1 2 3 4 ഇൻറ്റു 56. അപ്പോൾ ഇതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ ക്വസ്റ്റ്യനിലും 4 വേണം. അപ്പോൾ ഞാൻ ഇവിടെ പോയിൻ്റ് ഇടുകയാണെങ്കിൽ 123 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക. അപ്പോൾ 123.4. ഇപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് ആയി? പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ ആണ്. ഇനി ബാക്കി 3 ഡെസിമൽ പ്ലേസസ് വേണമല്ലേ? അപ്പോൾ ഇവിടെ 1 2 ആയുള്ളൂ. അപ്പോൾ ഒരു 0യും കൂടി ഇട്ടാൽ 3 ആവും. എന്നിട്ട് പോയിൻ്റ് ഇടുക അല്ലേ? പോയിൻ്റ് ഇടുകയാണെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് ആയി? 1 2 3 4 ആയി. ഇവിടെയും 1 2 3 4 ആയി. അപ്പോൾ 123.4 ഇൻറ്റു 0.056ൻ്റെ ആൻസർ ഇത് തന്നെയാണ്. ഇനി അടുത്തത് ഇതേപോലെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. 1 2 3 4 ഇൻറ്റു 56 ഈക്വൽ ടു ആൻസർ എന്ത് വേണം? 6.9104 ആണ് വേണ്ടതല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1 2 3 4 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ ഞാനിവിടെ 1234ന് ഞാൻ പോയിൻ്റ് ഇടുന്നില്ല. ഇതിനകത്തെ പോയിൻ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ 56നാണ് പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എത്ര? 1 2 ആയി. ഇനിയും എത്ര വേണം? 3ഉം 4ഉം കൂടി ഉണ്ട്. അപ്പോൾ 2 zeros ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പോയിൻ്റ് ഇടുകയാണ്. പോയിൻ്റിന് മുന്നിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂസ് ആയി? 1 2 3 4 അല്ലേ? അപ്പോൾ 4 ഡെസിമൽ പ്ലേസസ് ആയി. ആൻസറിൽ 4 ഡെസിമൽ പ്ലേസസ് ആയി. സോ 1234 ഇൻറ്റു 0.0056 ഓൾസോ എന്താണ്? 6.9104 ആണ്. സോ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ആൻസർ 6.9104 കിട്ടുക? ഇത് 0.1234 ഇൻറ്റു 56 അല്ലേ? മറ്റേത് ഏതാണ്? 1.234 ഇൻറ്റു 5.6. അടുത്തത് 12.34 ഇൻറ്റു 0.56. അടുത്തത് 123.4 ഇൻറ്റു 0.056. അടുത്തത് 1234 ഇൻറ്റു 0.0056. ഇത്രയും പ്രോഡക്ട്സിൻ്റെ ആൻസർ എന്താണ്? 6.9104 ആണ്.